ഇനി നമ്മൾ സജോ ദേവസ്യയിലേക്കാണ് പോകുന്നത്. ആലുവ കുട്ടമശ്ശേരിയിൽ നിന്നാണ് സജോ നമ്മളോടൊപ്പം ചേർന്നത്. സജോ, കുട്ടമശ്ശേരിയിൽ എന്തോ പോളിംഗ് തകരാറോ ചില പ്രതിഷേധങ്ങളോ ഒക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? മധു, ഞാൻ നിൽക്കുന്നത് ആലുവ നിയോജക മണ്ഡലത്തിന്റെ ഭാഗമായ കുട്ടമശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയാൽ കാണാം വലിയ തിരക്കുണ്ട്. നല്ല പോളിംഗ് തന്നെ നടക്കുന്നു. 3 ബൂത്തുകൾ ഇവിടെയുണ്ട്. അതോടൊപ്പം ഇവിടെ ഒരു ചെറിയ തർക്കം കൂടി നേരത്തെ ഉണ്ടായിരുന്നു. ആ തർക്കം ഉണ്ടായതിൻ്റെ ഒരു കാര്യം, ഈ ബൂത്തിന് തൊട്ടടുത്ത് ഒരു പ്രചാരണ ബോർഡ് ഇരിപ്പുണ്ടായിരുന്നു. അതിനെ ചൊല്ലി LDF UDF പ്രവർത്തകർ തമ്മിലൊരു തർക്കമുണ്ടായതാണ്. പിന്നീട് പോലീസ് ഇടപെട്ടു, ആ ബോർഡ് അവിടെ നിന്ന് മാറ്റി. അതിനുശേഷം ആ തർക്കം പരിഹരിച്ചിട്ടുണ്ട്. മറ്റ് പ്രശ്നങ്ങൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം. നല്ല തിരക്ക് നമുക്കിവിടെ ദൃശ്യങ്ങളിൽ കാണാം. വലിയ ക്യൂ ഉണ്ട്, വലിയ ആവേശമുണ്ട്. അപ്പോൾ ഒരു ട്രെൻഡ് അനുമാനിക്കേണ്ടി വരും എന്ന് വിചാരിക്കണം. പക്ഷേ എന്താണ് ജനങ്ങളുടെ, അപ്പോൾ അതൊരു നല്ല കാഴ്ചയും കൂടിയാണ്. കാരണം ജനാധിപത്യത്തിൽ ഒരു സുന്ദരമായ കാഴ്ചയാണ് നമുക്കിവിടെ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. വോട്ട് കഴിഞ്ഞു വന്ന വോട്ടർമാരൊക്കെ ഉണ്ട്. വോട്ട് ചെയ്തോ? പൊളിറ്റിക്കൽ വോട്ടാണോ? എന്റെ ഫ്രണ്ട് സിദ്ദീഖുണ്ട്. വോട്ട് ചെയ്തു. ഉഷാറാണ്. ഇവിടെയാണോ മഷി മാർക്ക് ചെയ്ത് തന്നെ? അതുകൊണ്ടല്ല, കയ്യെ പറ്റിച്ച് തൂത്താണ് ഇവിടെ അല്ലേ? വെരി ഗുഡ്, അതൊരു ഓർമ്മയായിട്ടിരിക്കട്ടെ. അപ്പോൾ ഇവിടെ നമുക്ക് കാര്യമായി ദൃശ്യങ്ങളിലേക്ക് പോയാൽ കാണാം നല്ല നിലയിലുള്ള പോളിംഗ് നടക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ജില്ലയുടെ ഒരു കണക്ക് പരിശോധിച്ചാൽ 18% പിന്നിട്ടിട്ടുണ്ട്. ഒഫീഷ്യൽ ഏറ്റവും ഒടുവിലെ കണക്കൂടി വരുമ്പോൾ അതൊരു 20 പിന്നിടും എന്ന് ഈ ഘട്ടത്തിൽ കരുതേണ്ടി വരും. അങ്ങനെ ഒരു കണക്കാണ്. ആലുവയിലും വളരെ മികച്ച പോളിംഗ് ആണ്. പക്ഷേ ഞാനിങ്ങനെ പരിശോധിക്കുമ്പോൾ തൃപ്പൂണിത്തുറയിലാണ് ഇതുവരെ ഏറ്റവും മികച്ച പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ ആദ്യത്തെ ഒരു പ്രധാന ഘട്ടം പിന്നിടുമ്പോൾ പോളിംഗ് ബൂത്തുകൾ കാര്യമായി തന്നെ വോട്ടർമാർ എത്തുന്നു, ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാകുന്നു. അപ്പോൾ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അത് തുടർച്ചയാണോ അതല്ല മറ്റൊരു മാറ്റമാണോ എന്നതൊക്കെയുള്ളത് പെട്ടി പൊട്ടിക്കുമ്പോഴാണല്ലോ അറിയാൻ പറ്റുക. പക്ഷേ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ നോക്കിയാൽ കാണാം നല്ല പോളിംഗ് നടക്കുന്നു, വോട്ടർമാർ എത്തുന്നു. ഇവിടെ ഇപ്പോൾ ക്രമീകരണങ്ങളുടെ കാര്യത്തിലൊന്നും ഒരു പോരായ്മയില്ല കേട്ടോ. ഇവിടെ കാണുന്ന വീൽ ചെയർ ഒക്കെ അങ്ങനെയുള്ള പ്രായമായവർ, മറ്റു ബുദ്ധിമുട്ടുള്ളവർ, അവശതയുള്ളവർക്കൊക്കെ ഇങ്ങനെയുള്ള ക്രമീകരണങ്ങളുണ്ട്. അങ്ങനെ ആ നിലയ്ക്ക് പോളിംഗ് ബൂത്തുകളുടെ കാര്യത്തിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളില്ല, മറ്റ് കാര്യമായ പ്രശ്നങ്ങൾ ഇല്ല. ഇവിടെ ഉണ്ടായ ഒരു തർക്കമാണ്. പക്ഷേ അത് വേഗത്തിൽ തന്നെ പോലീസ് ഇടപെട്ട് പരിഹരിച്ചു. ആ ബോർഡ് മാറ്റിയതോടുകൂടി പ്രവർത്തകർ ആ വിഷയത്തിലുള്ള അവരുടെ ആക്ഷേപത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. അതിനുശേഷം ഇവിടെ ഇങ്ങോട്ടേക്ക് തുടർച്ചയായി ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം ധാരാളം വോട്ടർമാർ കാര്യമായി തന്നെ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഉച്ചയ്ക്ക് മുൻപ് തന്നെ തങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയും നീണ്ട നിര തന്നെ. ഇവിടെ 3 ബൂത്തുണ്ട്. പക്ഷെ അപ്പോൾ പോലും ആ ഇടങ്ങളിലൊക്കെ നല്ല നീണ്ട ക്യൂ കാണാം. സ്ത്രീ വോട്ടർമാരെ കാണാം, പുതിയ വോട്ടർമാരെ കാണാം. അവരൊക്കെ കാത്തിരിക്കുന്നു. ന്യൂ വോട്ടറാണോ? അതെ അതെ, ആദ്യമായിട്ട് വോട്ട് അതെ അതെ. ഇതിന്റെ എക്സൈറ്റ്മെന്റ് ഉണ്ട് തീർച്ചയായും. പിന്നെ തകർക്ക്. അപ്പോൾ അതാണ് ന്യൂ വോട്ടറെ കണ്ടു. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ജെൻസി വോട്ടർമാരുണ്ട്, ന്യൂ വോട്ടർമാരൊക്കെ വോട്ട് രേഖപ്പെടുത്താൻ പോളിംഗ്, അതും നമ്മുടെ ജനാധിപത്യത്തിൽ ആളുകൾ അങ്ങനെ ഈ പ്രക്രിയയുടെ ഭാഗമാകുന്ന എന്നൊരു സന്തോഷം നൽകുന്ന കാര്യമാണല്ലോ. അങ്ങനെ ന്യൂ വോട്ടർമാരുണ്ട് കാര്യമായി. അങ്ങനെ എല്ലാ പശ്ചാത്തലങ്ങളിൽ നിന്നുമുള്ള സ്ത്രീകളുണ്ട്, അങ്ങനെയുള്ള ന്യൂ വോട്ടർമാരുണ്ട്. അങ്ങനെയുള്ള ആളുകളൊക്കെ വളരെ ന്യൂ വോട്ടർമാർക്ക് മധുരവും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പ്രത്യേകമായി ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. പല സ്ഥലത്തും അത് വിതരണം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ വളരെ കാര്യമായി തന്നെ പോളിംഗ് അതിശക്തമായി തന്നെ പുരോഗമിക്കുന്നു. വലിയ തോതിൽ വോട്ടർമാരുടെ സാന്നിധ്യം ബൂത്തുകളിലേക്കുണ്ട്. അവരൊക്കെ കൂടുതൽ ആളുകൾ എത്തുന്നു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഉറപ്പായും നമ്മുടെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്ന സുന്ദരമായ ഒരു കാഴ്ചയാണല്ലോ. അതാണ് ഇവിടുത്തെ ഒരു കാഴ്ച. മാധു, സജോ, രാവിലെ പ്രതിപക്ഷ നേതാവ് വോട്ടിട്ടതിന് ശേഷം സെൽഫി എടുത്തിട്ടതിൽ സജോയെ കണ്ടല്ലോ. ഉറപ്പായും. അതായത് പ്രതിപക്ഷ നേതാവ് വോട്ട് രേഖപ്പെടുത്തിയ കേസരി കോളേജിൽ അവിടുത്തെ ബൂത്തിൽ 135 നമ്പർ ബൂത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം ഉൾപ്പെടെ, അപ്പോൾ വോട്ട് രേഖപ്പെടുത്തുന്നത് ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് അവിടെ പോയത്. അപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ അല്ലേ, അതും ജനാധിപത്യത്തിന്റെ ഒരു സുന്ദരമായ ഭാഗമാവുക എന്ന നിലയ്ക്കാണല്ലോ. അപ്പോൾ ആ ചിത്രമുണ്ട്, അദ്ദേഹം അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് വലിയ ആത്മവിശ്വാസമൊക്കെ പ്രകടിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം പ്രതികരിച്ചപ്പോൾ 100 സീറ്റോടുകൂടി അധികാരത്തിൽ എത്താൻ കഴിയും, തരംഗം ഉണ്ടാകും എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഈ പ്രക്രിയയുടെ ഭാഗമാകുമ്പോൾ അതും ഈ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാണല്ലോ. നമ്മളും ഒരർത്ഥത്തിൽ ഈ ജനാധിപത്യത്തിന്റെ ഭാഗമാണല്ലോ. അപ്പോൾ അതും അതോടൊപ്പം തന്നെ ആസ്വദിക്കാൻ കഴിയുന്ന ഒന്നാണ്. ശരി, സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്. VD സതീശൻ 24 മിനിറ്റ് മുമ്പ് ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റാണ്. ജനാധിപത്യത്തിന്റെ ഉത്സവമാണ് തിരഞ്ഞെടുപ്പുകൾ. രാവിലെ പറവൂർ കേസരി കോളേജിൽ വോട്ട് രേഖപ്പെടുത്തി പുറത്തു നിന്ന മാധ്യമപ്രവർത്തകർക്കൊപ്പം സൗഹൃദം പങ്കിട്ട് പോളിംഗ് സ്റ്റേഷനിൽ നിന്നിറങ്ങി. ജനാധിപത്യ സംവിധാനത്തിൽ ജനത്തിന്റെ കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധം വോട്ടാണ്. അത് തിരുത്തൽ ശക്തിയാണ്. എല്ലാവരും സമ്മതിദാനാവകാശം വിനിയോഗിക്കുക എന്ന് പറഞ്ഞാണ് VD സതീശൻ ഭാര്യയും മകളും ഒപ്പമുള്ള ചിത്രം, വിരലിൽ മഷി പുരട്ടിയ ചിത്രമടക്കം പങ്കുവെച്ചുകൊണ്ടാണ് ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്.